വോട്ടിംഗ് പൂർത്തിയായ മലബാറിലെ 4 ജില്ലകളിൽ ഇരുമുന്നണികളും ആത്മവിശ്വാസത്തിൽ. കോഴിക്കോട് കോർപ്പറേഷൻ പിടിക്കുമെന്ന് ഇരുമുന്നണികളും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. കണ്ണൂർ കോർപ്പറേഷൻ പിടിക്കുമെന്ന് UDF പറയുമ്പോൾ മുനിസിപ്പാലിറ്റികളും ഗ്രാമപഞ്ചായത്തുകളും മുന്നേറ്റമുണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ് LDF. വോട്ട് പെട്ടിയിലായി കഴിഞ്ഞപ്പോൾ മലബാറിലെ 4 ജില്ലകളിൽ ഇരുമുന്നണികളും ആത്മവിശ്വാസത്തിലാണ്. 6 സീറ്റുകൾ തിരിച്ചുപിടിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ ഭരിക്കാനാകുമെന്നാണ് പോളിംഗിന് ശേഷമുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നതെന്ന് UDF മേയർ സ്ഥാനാർത്ഥി PM സുരേഷ് ബാബു പറഞ്ഞു. ബിറ്റ്വീൻ 40 and 45 സീറ്റ്സിൽ ഐക്യജനാധിപത്യ മുന്നണി കോഴിക്കോട് കോർപ്പറേഷൻ ഈ തവണ ഭരണം ഏൽപ്പിക്കപ്പെടും. ജനങ്ങളുടെ ഒരു തീരുമാനം അത് വളരെ വ്യക്തമായിട്ട് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയം കോർപ്പറേഷൻ ഭരണം ഇത്തവണയും LDFന്റെ കയ്യിൽ ഭദ്രമായിരിക്കുമെന്ന് മേയർ സ്ഥാനാർത്ഥി VKC മുഹമ്മദ് കോയ അവകാശപ്പെട്ടു. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ മെച്ചപ്പെട്ട വിജയം എല്ലാ ഡിവിഷനിലും ഉണ്ടാവും. പിന്നെ ഡിവിഷൻ തന്നെ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പ്രാവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഡിവിഷൻ ഉണ്ടാവും എന്നുള്ള കാര്യം തീർച്ചയാണ്. കണ്ണൂർ കോർപ്പറേഷനിൽ UDF വലിയ അവകാശവാദം ഉന്നയിക്കുമ്പോൾ ജില്ലയിലെ മുനിസിപ്പാലിറ്റികളിലും ഗ്രാമപഞ്ചായത്തുകളിലുമാണ് LDF ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. കാസർഗോഡ് പോളിംഗ് ശതമാനം വർദ്ധിച്ചത് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന അവകാശവാദത്തിലാണ് LDFും UDFും BJPയും. കനത്ത പോളിംഗ് രേഖപ്പെടുത്തിയ വയനാട്ടിൽ കഴിഞ്ഞ തവണ UDF നേടിയ ഏകപക്ഷീയ മുന്നേറ്റം ഇത്തവണയുണ്ടാവില്ലെന്നാണ് LDF അവകാശവാദം. എന്നാൽ LDF പ്രതീക്ഷിക്കുന്നതൊന്നും വോട്ടിംഗിൽ നടന്നിട്ടില്ലെന്ന് വയനാട്ടിലെ UDF നേതാക്കൾ വ്യക്തമാക്കുന്നു. പെട്ടിയിലായത് ആരുടെ കണക്കുകളെന്ന് വ്യക്തമാകാൻ 7 വരെ കാത്തിരിക്കണം. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ, കോഴിക്കോട്.